പാലക്കാട് എം.എൽ.എ സ്ത്രീ സുരക്ഷയ്ക്ക് അപകടം സൃഷ്ടിക്കുകയാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾക്ക് മറുപടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. പാലക്കാട് ബി.ജെ.പിയുടെ പൊതുസമ്മേളനത്തിലായിരുന്നു രാഹുലിനെ മോദി വിമർശിച്ചത്. ഈ വിമർശനത്തിന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറഞ്ഞത്. രാജ്യത്തിന്റെ അഭിമാനമുയർത്തിയ കായിക താരങ്ങളായ വിനേഷ് ഫോഗട്ടും സാക്ഷി മാലിക്കും ബജ്രംഗ് പുനിയയും തങ്ങൾ നേരിട്ട അതിക്രമങ്ങളെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ രാജ്യം തലകുനിച്ചു നിന്ന നിമിഷങ്ങൾ പ്രധാനമന്ത്രി മറന്നോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പോസ്റ്റിൽ ചോദിച്ചു. അന്ന് കുറ്റാരോപിതനായ നിങ്ങളുടെ സുഹൃത്ത് ബ്രിജ്ഭൂഷണെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച ആളല്ലേ നിങ്ങൾ? ഈ നിങ്ങളാണോ ഇപ്പോൾ ധാർമ്മികതയെക്കുറിച്ച് പ്രസംഗിക്കുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ബി.ജെ.പിയിലെ മുതിർന്ന നേതാവായിരുന്ന സുബ്രഹ്മണ്യൻ സ്വാമി ഉന്നയിച്ച ആരോപണങ്ങൾക്കും ഒരു കാലത്ത് മോദിയുടെ കടുത്ത അനുഭാവിയായിരുന്ന മധു പൂർണിമ കിഷോർ നടത്തിയ വെളിപ്പെടുത്തലുകൾക്കും പ്രധാനമന്ത്രി മറുപടി നൽകണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു. 2014 മുതൽ മധു കിഷോർ പ്രധാനമന്ത്രിയുമായി അകലം പാലിക്കുന്നതും പുസ്തകം നേരിട്ട് കൈമാറാൻ വിസമ്മതിച്ചതും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു: മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, പാലക്കാട് വന്ന് താങ്കൾ വല്ലാതെ വാചാലനായല്ലോ. സ്ത്രീ സുരക്ഷയെ പറ്റിയൊക്കെ. സ്ത്രീ സുരക്ഷ എന്ന വാക്ക് ഉച്ചരിക്കാൻ എങ്കിലും നിങ്ങൾക്ക് അവകാശമുണ്ടോ? ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിന്റെ യശസ് വാനോളം ഉയർത്തിയ വിനേഷ് ഫോഗട്ടും സാക്ഷി മാലിക്കും ബജ്രംഗ് പുനിയയും അവർക്ക് നേരിടേണ്ടി വന്ന അതിക്രമത്തെപ്പറ്റി ഉന്നയിച്ചപ്പോൾ ഈ രാജ്യം തലകുനിച്ചു നിന്ന് നാളുകൾ അങ്ങ് മറന്നാലും ഇന്ത്യ മറക്കില്ല. അന്നവർ ആരോപണം ഉന്നയിച്ച അങ്ങയുടെ സുഹൃത്ത് ബ്രിജ്ഭൂഷണെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച ആളല്ലേ നിങ്ങൾ? ആ നിങ്ങളാണോ ധാർമ്മികതയെപ്പറ്റി പ്രസംഗിക്കുന്നത്? കർണാടകയിലെ അങ്ങയുടെ വിശ്വസ്തൻ യെദ്യൂരപ്പയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചത് താങ്കളല്ലേ? എന്നിട്ട് ഇത് പറയാൻ നാണമില്ലേ? അതും പോട്ടെ, അങ്ങ് ഇതൊക്കെ വന്ന് പറഞ്ഞ പാലക്കാട്ടെ ബി.ജെ.പിയുടെ മുഖ്യ സംഘാടകരില്ലേ? അവരുടെ കയ്യിലിരിപ്പിനെപ്പറ്റി എന്തെങ്കിലും ബോധ്യം താങ്കൾക്ക് വേണ്ടേ? ഇതെല്ലാം പോട്ടെ, അങ്ങയുടെ പാർട്ടിയുടെ തലമുതിർന്ന നേതാവും രാജ്യസഭ മെമ്പറും ആയിരുന്ന സുബ്രഹ്മണ്യം സ്വാമി അങ്ങയെപ്പറ്റി ഉന്നയിച്ച ആരോപണത്തെപ്പറ്റി ഒരു വാക്ക് പ്രതികരിക്കാൻ താങ്കൾക്ക് ധൈര്യമുണ്ടോ? അതും പോട്ടെ, നിങ്ങളുടെ ഏറ്റവും വലിയ ന്യായീകരണ തൊഴിലാളിയും മോദി ഭക്തയുമായിരുന്ന, നിങ്ങളെപ്പറ്റി പുസ്തകം വരെ എഴുതിയ എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമായ മധു പൂർണിമ കിഷോർ കഴിഞ്ഞ ദിവസം നിങ്ങളെപ്പറ്റി പറഞ്ഞതിനെപ്പറ്റി എന്തെങ്കിലും പ്രതികരണമുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങളോട് അവർ 2014 മുതൽ അകലം പാലിക്കുന്നത് എന്നും നിങ്ങളെപ്പറ്റി എഴുതിയ ബുക്ക് നേരിട്ട് കൈമാറാത്തത് എന്തുകൊണ്ടാണ് എന്നവർ പറഞ്ഞതിനെപ്പറ്റി എന്തു പറയുന്നു? ഇതൊക്കെ പറയാൻ ദേശീയ മാധ്യമങ്ങൾക്കും ചില മലയാള മാധ്യമങ്ങൾക്കും പേടി കാണും. എനിക്ക് പേടി. നഹി എന്ന് പറഞ്ഞാൽ നഹി. മോദി ആദ്യം ആപ്കാ കണ്ണിലെ തൂമ്പ എടുത്ത് ഹോ, പിന്നെ മേരാ കണ്ണിലുണ്ട് എന്നാരോപിക്കുന്ന കരട് എടുക്ക് ഹേ.